വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട്. ഫൈസല, വയനാട്ടിൽ എവിടെയാണ്, എത്രത്തോളം ആവേശത്തിലാണ് മുന്നണികൾ ഉള്ളത്? സ്ഥാനാർത്ഥികൾ എത്രത്തോളം ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്? ധന്യ, വയനാട്ടിൽ കൊട്ടിക്കലാശം അതിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇത്തവണത്തെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലാണ്, വയനാട് ജില്ലയിലെ ഹൃദയഭാഗത്ത് കൽപ്പറ്റയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചുങ്കൻ ജംഗ്ഷനിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് റാലിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. കൽപ്പറ്റ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF ഭരിച്ചിരുന്ന നഗരസഭ LDF തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. അത് മാത്രമല്ല, വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്നത് UDFിനെന്നും മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ് വയനാട്. അത് ഇത്തവണ പൊളിച്ചെടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് LDFിൽ. ഇപ്പോൾ CPMന്റെ ജില്ലാ സെക്രട്ടറി റഫീഖ് നമ്മോടൊപ്പം ചേരുകയാണ്. അവസാന നിമിഷത്തിലാണ്, എന്ത് തോന്നുന്നു? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ചരിത്ര വിജയം നേടാൻ വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തവണ ഉജ്ജ്വല വിജയമായിരിക്കും വയനാട്ടിലുണ്ടാകുന്നത്. വലിയ ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരാകെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നും അങ്ങേയറ്റം പ്രതീക്ഷ നൽകുന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ വലിയ വിജയം ഇത്തവണ ഉണ്ടാകും. തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞതാണ്, ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഉജ്ജ്വലമായ വിജയം വയനാട്ടിലുണ്ടാകും. കൽപ്പറ്റ നഗരസഭയും അതുപോലെ വയനാട് ജില്ലാ പഞ്ചായത്തൊക്കെ തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോഴും കരുതുന്നുണ്ട്. തീർച്ചയായും കൽപ്പറ്റ നഗരസഭയിൽ ഇത്തവണ വലിയ വിജയമായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ 3 ചെയർമാൻമാരാണ് ഇവിടെ മാറി മാറി വരേണ്ടി വന്നത് UDFന്റെ ഭാഗമായി. അതിൽ തന്നെ ഒരാൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ ഒരാഴ്ചക്കാലം പോലും കിട്ടാത്ത രൂപത്തിൽ ചെയർമാൻ മാറേണ്ടി വന്നത് കോൺഗ്രസിന്റെയും UDFിലെയും പടലപ്പേക്കത്തിന്റെയും ഒക്കെ ഭാഗമായിട്ടാണ്. ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. ജനങ്ങളെ തന്നെ, ജനാധിപത്യ സംവിധാനത്തെ തന്നെ യഥാർത്ഥത്തിൽ ഒരു അവഹേളിക്കുന്ന നിലയിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ട് തീർച്ചയായും അതെല്ലാം ജനങ്ങൾ ചർച്ച ചെയ്യും. ഉജ്ജ്വല വിജയം കൽപ്പറ്റ നഗരസഭയിലും ജില്ലാ പഞ്ചായത്തിലും എല്ലാം ഉണ്ടാകും. ശുഭാപ്തി വിശ്വാസത്തിലാണ് CPM ജില്ലാ സെക്രട്ടറി ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പ് ഒന്ന് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ബഹുഭൂരിഭാഗം പഞ്ചായത്തുകളും UDFന്റെ ഒപ്പമായിരുന്നു. 7 പഞ്ചായത്തുകൾ മാത്രമാണ് LDFനെ പിടിക്കാനായത്. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 3 ബ്ലോക്ക് പഞ്ചായത്തും UDFനൊപ്പമായിരുന്നു. 3 നഗരസഭകളിൽ 2 നഗരസഭകളും UDFനൊപ്പമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാണ് UDFന് LDFും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 16 ഡിവിഷനുകളിൽ 8 ഡിവിഷനുകൾ UDFനൊപ്പം, 8 ഡിവിഷനുകൾ LDFനൊപ്പമായിരുന്നു. നറുക്കെടുപ്പിലൂടെ അതും UDFന് ഒപ്പം നിൽക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ പൂർണ്ണമായും ചിത്രം മാറുമെന്നുള്ള ആത്മവിശ്വാസം LDFനുണ്ട്. എന്നാൽ UDFനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ ഇത്തവണ LDFന്റെ ഉറച്ച കോട്ടയായിരിക്കുന്ന പഞ്ചായത്തുകൾ ഉൾപ്പെടെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDFനുണ്ട്. ജില്ലാ പഞ്ചായത്തിലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകളൊക്കെ തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് പൂർണ്ണാധികാരത്തിൽ, പൂർണ്ണമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുമെന്നുള്ള ആത്മവിശ്വാസം UDFനുണ്ട്. കൽപ്പറ്റ നഗരസഭയിൽ ഉൾപ്പെടെ ഭരണം നിലനിർത്തുമെന്നുള്ള വിശ്വാസമാണ് UDF നേതാക്കൾ പങ്കുവെക്കുന്നത്. ധന്യ.